അവനവിടെ കുത്തൂരിടാ, പേടിക്കണ്ട, പൊക്കോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? നമ്മളിന്ന് ഇവിടെ ചുമ്മാ ഇരുന്നപ്പം അടുത്തുള്ളൊരു സ്ഥലം വരെ പോകാമെന്ന് വെച്ചിറങ്ങിയതാണ് കേട്ടോ. അനിയനാണ് കൂടെയുള്ളത്. നമ്മളിന്ന് പാൽക്കുളമേട് വ്യൂ പോയിന്റ് വരെ ഒന്ന് കാണാൻ പോയാലോ എന്ന് ഓർത്ത് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാ പോയാലോ? ഇവിടുന്ന് നമ്മുടെ പ്ലേസിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ അടുത്തുണ്ട് ഈ മലമുകളിലോട്ട് എത്താൻ വേണ്ടി തന്നെ. എത്തിയാൽ പോലും അടിവാരത്തിൽ നിന്നും ഒരു 3 കിലോമീറ്ററോളം മുകളിലോട്ട് കയറിയാൽ മാത്രമേ നമുക്ക് പാൽക്കുളമേടിൻ്റെ ഒരു ടോപ്പല്ല അതിനടുത്ത് എത്തിയെന്ന് പോലും പറയാൻ പറ്റുള്ളൂ. അപ്പം വണ്ടി കയറിപ്പോകുക എന്ന കാര്യത്തിലൊക്കെ ഡൗട്ടാണ്. എന്തായാലും വഴി വെച്ച് കാണാം ഇറങ്ങിയതാണ്. പിന്നെ നമ്മളത് ആ ദൂരെ കാണുന്നതാണ് പാൽക്കുളമേട് മലനിര. ഇവിടുന്ന് നോക്കുമ്പോൾ അടുത്തായിട്ട് കണ്ടാലും അടുത്തൊന്നും അല്ല കേട്ടോ. ഇത് നമ്മൾ പോകുന്ന വഴിക്കുള്ളൊരു പ്ലേസാണ് കേട്ടോ, ചേലച്ചോട് പാലം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹൈറ്റുള്ളൊരു പാലമാണിത്. എന്നിട്ട് പോലും 2018 പ്രളയ സമയത്തൊക്കെ ഇതിനെ മുട്ടത്തക്ക രീതിയിലായിരുന്നു ജലം നിറഞ്ഞു കവിഞ്ഞത്. അതുമാത്രമല്ല ഇത് 2 കരകളെ കൂടി ബന്ധിപ്പിക്കുന്ന ഏക വഴിയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പം കൊടും വേനലൊക്കെ ആയതുകൊണ്ട് ജലം വളരെ കുറവാണ്. പക്ഷെ ചെറിയ രീതിയിൽ വെള്ളം ഒലിച്ച് വരുന്നുണ്ട് മുകളിൽ നിന്ന്. അപ്പം അതിൽ തന്നെ തുണി കഴുകാനും ഇപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിലും വേനലൊക്കെ ആയതുകൊണ്ട് വെള്ളത്തിൽ ചാടാനൊക്കെ ആണെങ്കിലും വരുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കെന്തായാലും മുന്നോട്ട് പോയേക്കാം. നമുക്ക് പോക വേണ്ടിയ ദൂരം നിറയെ ഇറക്ക്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി മുന്നോട്ട് പോന്നു. ഇനി ഒരു 10 കിലോമീറ്റർ ഏകദേശം പോയാൽ അടിവാരത്തെത്താനാവും എന്നാണ് തോന്നുന്നത്. പക്ഷേ അതിലും അത്യാവശ്യമായിട്ട് കാര്യം എന്നാന്ന് വെച്ചാൽ വണ്ടിയിൽ പെട്രോൾ തീരെ കുറവാണ്. സോ പമ്പിൽ പോകണം, പെട്രോൾ ഒഴിക്കണം. ഇവിടെ പോകുന്ന വഴിക്ക് തന്നെ അടുത്തായിട്ട് പമ്പുണ്ട്. ഒരു 500 മീറ്റർ ഏകദേശം മാറിയാൽ മതി. ഞങ്ങൾ 2 പേരും അവിടെ ചെന്ന് കുറച്ച് പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പിന്നെ യാത്ര തുടർന്നത്. അങ്ങനെ വീണ്ടും മുന്നോട്ട്. ഇവിടുന്ന് നോക്കിയാൽ അടിപൊളിയായിട്ട് പാൽക്കുളമേട് മലനിര കാണാൻ പറ്റും കേട്ടോ, നല്ല രീതിയിൽ. ആ മുകളിൽ കാണുന്നതാണ് പാൽക്കുളമേട് മല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകാനുള്ളതാണ് അടുത്ത് ചുരുളിയുണ്ട്. അത് കഴിഞ്ഞ് പാൽക്കുളമേട്, അത്ര മാത്രമേ ഉള്ളൂ. ചുരുളി എന്ന് പറഞ്ഞാൽ മറ്റേ സിനിമയിൽ കാണിക്കുന്ന ആ ചുരുളിയല്ല കേട്ടോ. ഇത് ഇടുക്കിയിലെ ഒരു ചെറിയ സ്ഥലമാണ്, നല്ലവരായ മനുഷ്യർ മാത്രം താമസിക്കുന്ന ചെറിയൊരു സ്ഥലം. അപ്പം നമ്മൾ ഏകദേശം അടുത്തെത്തി. അപ്പം അതിൻ്റെ അർത്ഥമാണ് ഇനിയിപ്പം മുഴുവൻ അങ്ങോട്ട് കയറ്റമായിരിക്കും. കയറ്റം മാത്രമല്ല, റോഡും അത്രയ്ക്കൊന്നും നല്ല റോഡൊന്നുമല്ല, കുണ്ടും കുഴിയും മാത്രമേ. ടാറിൻ്റെ ഒരു അംശം പോലും കാണാനുണ്ട്. മണ്ണിട്ട വഴിയും കാര്യങ്ങളൊക്കെയാണ് മുകളിലോട്ട്. പൊട്ടിപ്പൊളിഞ്ഞ റോഡ്. അതിൽ ഞങ്ങൾ 2 പേരും പതിയെ മുന്നോട്ട്. ഈ ഒരു വളവും കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് പാൽക്കുളമേടിൻ്റെ മെയിൻ എൻട്രൻസിലോട്ടാണ് കേട്ടോ, അതായത് അടിവാരത്തിലോട്ട്. ഫൈനലി നമ്മളങ്ങനെ അടിവാരത്തെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇനി അങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല വഴിയും കാര്യങ്ങളൊന്നും അല്ല. മുകളിൽ ഡേഞ്ചർ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആനിമൽസ് കാര്യങ്ങൾ, ആന മുതലായതൊക്കെ മീൻസ് കാണാൻ നല്ല ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് കയറി നോക്കാം. എന്തായാലും അവനോട് തന്നെ വണ്ടി എടുത്തോളാം ഞാൻ പറഞ്ഞു. എന്തായാലും 2 പേരും വെച്ച് കയറുന്നത് അത്രയ്ക്ക് നല്ലതൊന്നുമല്ല. ചെറിയൊരു വണ്ടിയും കാര്യങ്ങളും കൂടിയല്ലേ, അത്രയ്ക്കും പവറും കാര്യങ്ങളൊന്നുമില്ല. ചുമ്മാ വണ്ടിക്ക് കംപ്ലയിൻ്റ് ആക്കണ്ടല്ലെന്ന് ഓർത്ത് അപ്പോൾ അത് ഞാൻ കുറച്ച് ദൂരം നടക്കാമെന്ന് കരുതി ഇറങ്ങിയത്. അവനെന്തായാലും കയറി പോട്ടെ മുകളിൽ. പണ്ടിതിൽ വന്നപ്പോൾ മുഴുവൻ പൊളിഞ്ഞ് ഭണ്ടാറിറങ്ങി കിടക്കുമായിരുന്നു. ഇതിൽ തന്നെ താഴത്തെ അടിവാരത്തിൽ നിന്ന് ഏകദേശം 2.5-3 കിലോമീറ്ററോളം നടക്കാൻ വേണ്ടിയുണ്ട്, എത്താൻ വേണ്ടി തന്നെ. പക്ഷേ കുട്ടുവോ പതി പോയാൽ മതി. ചേട്ടാ അത് കുത്തുവോ? ഇല്ലില്ല. പോട്ടെ നല്ല കുത്തൂരിടാ, പേടിക്കണ്ട, പൊക്കോ. ഒന്നും പറ്റൂലായി. ഓ പതി കയറ്റി നിർത്ത്. താഴെയുള്ള വീട്ടുകാരുടെ പശുവാണത്. അപ്പം അതിനെ മേയാൻ വേണ്ടി വിട്ടേക്കുന്നതാണ്. അപ്പം ചേട്ടൻ 4-5 പശുക്കളെ കൊണ്ട് വൈകിട്ട് ഇറങ്ങിയതാണ്. പോട്ടെ. കുറച്ച് സമയമായി ഈ പൊളിഞ്ഞ വഴിക്കൂടെ അവനാണല്ലോ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നു. ഇനിയിപ്പം കുറച്ച് നേരം ഞാൻ ഓടിക്കാമെന്ന് വെച്ചു. നടന്നാണല്ലോ ഒന്നും ആയിട്ടില്ല, ഇനിയും കുറേ കിടക്കാനുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ മുകളിൽ ചെന്നപ്പം ചെറുതായിട്ട് കല്ലിൽ കയറിയിട്ട് വണ്ടിയാണെങ്കിൽ ഒന്ന് സ്കിഡായി. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അങ്ങനെ വണ്ടിയൊക്കെ ഉരുട്ടിയിട്ടതുകൊണ്ട് തന്നെ വണ്ടി കൊണ്ട് മുകളിലോട്ട് കയറണ്ടെന്ന് വെച്ചാട്ടാ. അയ്യോ, മുമ്പോട്ടുള്ള വഴിയൊക്കെ ആണെങ്കിലും ഭയങ്കര കല്ലും കൂട്ടുവാ.
അപ്പോൾ അതുകൊണ്ട് പോകല് വലിയ പാടാ. ചുമ്മാ വണ്ടി കളയാന്നേ ഉള്ളൂ. ഇനിയും ഉണ്ടെന്ന് തോന്നുന്നു. മുകളിലോട്ട് എത്താൻ വേണ്ടി ഏകദേശം ഒരു ഒരു 1.25 2 കിലോമീറ്റർ അടുത്ത് കാണുമെന്ന് തോന്നുന്നു. അത്രയ്ക്ക് മുകളിലോട്ടൊന്നും കയറിയിട്ടില്ല. അല്ല, അങ്ങനെ എന്തായാലും വണ്ടി അവിടെ വെച്ചത് ഏറ്റവും നന്നായി കേട്ടാ. വഴി ലോക്ക് ചെയ്ത് വെക്കുക. ഇന്ന് വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് കാട്ടുതീയൊക്കെ പടരാൻ മീൻസ് ചാൻസ് ഉണ്ടാകും. അതുകൊണ്ട് സഞ്ചാരികളെ നിയന്ത്രിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതായിരിക്കും. എന്തായാലും വണ്ടി താഴെ വെച്ചു, നമ്മൾ ബാക്കി നടക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പതിയെ അങ്ങ് നടക്കുകയാണ്. ഒരു വനത്തിലോട്ടൊക്കെ കയറിയ ഫീലുണ്ട് കേട്ടോ. ഇപ്പം മുകളിൽ നേരത്തെ പണ്ടൊരിക്കൽ പോയപ്പം ഒരു ആനയും കുഞ്ഞിനെയൊക്കെ കണ്ടായിരുന്നു. അതായത് ഏറ്റവും ടോപ്പിൽ കയറിയപ്പം താഴത്തോടെ നടന്നു പോകുന്ന പോലെ. അപ്പം ഇങ്ങോട്ടുള്ള വഴിയിൽ ഒക്കെ വളഞ്ഞു തിരിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് തന്നെ ക്രോസ് ചെയ്തൊക്കെ കയറിപ്പോയാൽ കുറച്ചൊക്കെ ദൂരം കുറയ്ക്കാനാവും. ഇന്നിനിയിപ്പം മുകളിൽ ചെല്ലുമ്പം ആനേനെ ഒന്നും കാണാതിരുന്നാൽ മതിയായിരുന്നു. സത്യം പറഞ്ഞാൽ നടന്ന് നമ്മൾ കയറി ഒരു വയ്യാതെ ഒരവസ്ഥയിലാണ് മുകളിൽ വരെ ചെല്ലുന്നത്. അപ്പോൾ ഇതൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ നേരെ ഓടാൻ പോലുമുള്ള ശേഷിയില്ല. അതാണ് അവസ്ഥ. മുകളിലോട്ടുള്ള വഴികളൊക്കെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന വഴിയൊക്കെയാണ്. ഞങ്ങളങ്ങനെ പതിയെ ഉള്ള ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ തപ്പി പിടിച്ച് അതിലെ തന്നെ നോക്കി നടക്കുകയാണ് കേട്ടോ. അല്ലാതൊന്നും നടക്കൂല്ലെന്നേ. ഇതിൽ ചുറ്റിക്കറങ്ങി കയറുമ്പോഴത്തേക്കും വയ്യാതെ ആകപ്പാടെ ഒരു ബോട്ടിൽ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഏകദേശം മോൾ ഭാഗത്തൊക്കെ എത്തിയിട്ടോ. അവിടെ കാണുന്നതാണ് പാൽക്കുളമേട് മല. കുറവെന്ന് പറയാൻ പറ്റില്ല, പകുതി ഇനിയുണ്ട്. ആ ഒരു മോള് ഭാഗത്ത് എഴുതുമ്പോഴത്തേക്കും ഏതാണ്ട് എത്താവും. അങ്ങനെ നമ്മുടെ വഴിയൊക്കെ തെറ്റിപ്പോയിരിക്കുന്നു. വെല്ലുവൻ്റെ ഒറ്റ വാക്കിൽ വരെ ആ ഊടുവഴി കയറിപ്പോയതാ. ഇനി എവിടെ എത്തുമോ? അയ്യോ വാ, നടന്നു വാ. അങ്ങനെ കുറേ ദൂരം വണ്ടിയിലും നടന്നുമൊക്കെയായി ചെറിയൊരു ഇടത്താവളം എന്നതുപോലെ ഏകദേശം അടുത്തായി നമ്മൾ എത്തിയിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റൊക്കെ ഇഷ്ടം, നല്ല തണുത്തൊക്കെ കാറ്റൊക്കെ ഇഷ്ടം. എന്താ അടിപൊളിയെന്നോ. ഇത്രയൊക്കെ വന്നപ്പോൾ തന്നെ നന്നായി മടുത്തു. ഇനിയും ഒരു മല കൂടെ നമുക്ക് കയറി ഇറങ്ങാൻ വേണ്ടിയുണ്ട്. പാൽക്കുളമേടെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഒരു മലയുടെ മുകളിൽ വേറൊരു മല കയറ്റി വെച്ച പ്രതീതിയാണുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ട്രക്കിങ് നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ് അതിനൊക്കെ പറ്റി. പക്ഷേ രാവിലെയോ വൈകുന്നേരങ്ങളിലോ വരണം. രാത്രിയാകും മുമ്പ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും താഴെ ഇറങ്ങണം. അതുകൊണ്ട് തന്നെ അവനെയും എണീപ്പിച്ചിട്ട് ഞാനും അവനും കൂടെ നടക്കുകയാണ്. ഇനിയിപ്പോൾ ഉള്ള മലയെന്ന് പറഞ്ഞാൽ നേരെ കുത്തനെ കിടക്കുന്ന മലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കയറാനൊക്കെ ആണല്ലോ നല്ല പാടാണ്. ഇതുവരെ നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരു മല കയറി ഇറങ്ങിയെങ്കിൽ പോലും അത് ചുറ്റിയുള്ള വഴി ആയതുകൊണ്ട് അത്രയ്ക്കും മീൻസ് കയറി വരാൻ പറ്റി. ബുദ്ധിമുട്ടായിരുന്നു എങ്കിൽ കൂടിയും. പക്ഷേ ഇത് അങ്ങനെയല്ല, അടുത്തടുത്ത് ചെല്ലുമ്പോഴത്തേക്കും നല്ല കുത്തനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെ മുഷിപ്പിക്കണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് വീഡിയോ ഒക്കെ ആണെങ്കിലും കുറച്ച് ഓടിച്ചു വിടുകയാണ്. അപ്പം മലയുടെ മുകളിൽ ചെന്നിട്ട് കാണാം നമുക്ക്. ഒരുത്തിനോടെ മടുത്ത അവശനായി ചത്ത അവസ്ഥയിലായി കേട്ടോ. അങ്ങനെ ഫൈനലി കുറേ കഷ്ടപ്പെട്ട് നടന്ന് മടുത്ത് നമ്മൾ മലയുടെ മുകളിൽ കയറി കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടത്തെ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നില്ലേ, അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. താഴെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. അടിപൊളി വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ താഴെ നിന്ന് ഇത്ര കഷ്ടപ്പെട്ട് കയറിയെങ്കിൽ പോലും അതിനുള്ളൊരു പ്രതിഫലം കിട്ടും നമുക്ക് ഈ മുകളിൽ ചെല്ലുമ്പോൾ തന്നെ. മുകളിലോട്ട് പോകുന്തോറും ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് മല. എന്തായാലും ഇവിടെ വരെ വന്നിട്ട് പാൽക്കുളമേടിനെ കുറിച്ച് 2 വാക്ക് പറയാതെ പോയാൽ ശരിയാവില്ലല്ലോ. പാൽക്കുളമേട് എന്ന സ്ഥലം അഥവാ മലനിരകൾ ഇടുക്കി ജില്ലയുടെ ആസ്ഥാന മേൽക്കൂരയായി വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്.
സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3900 അടിയിലധികം ഉയരമുള്ള കൊടുമുടിയാണ് പാൽക്കുളമേട് മലനിര. സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അനുയോജ്യമായ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. അടുത്തതായി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നത് ഇവിടുത്തെ ശുദ്ധജലമാണ്. ഈ കുന്നിന് മറുഭാഗത്തുകൂടി ഒരു അരുവി ഒഴുകുന്നുണ്ട്. ഈ വേനലിൽ ജലം തീരെ കുറവാണ്. എന്നിരുന്നാൽ പോലും മഴക്കാലങ്ങളിൽ അതിമനോഹരമാണ് ഇവിടെ. തഴച്ചു വളരുന്ന പുൽമേടുകളും അരുവിയും എല്ലാം കാണാൻ അതിമനോഹരമാണ്. ഈ കൊടുമുടിക്ക് പാൽക്കുളമേട് എന്ന പേരുണ്ടാകാൻ കാരണം പാൽ നിറത്തിൽ ഒഴുകുന്ന ഈ അരുവി തന്നെയാണ്. അതായത് നമ്മുടെ ജില്ലാ ആസ്ഥാനമായ ചെറുതോണി സിറ്റിയിൽ നിന്നും 12 കിലോമീറ്റർ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഒരു കൂറ്റൻ മലനിരയാണ് നമ്മുടെ പാൽക്കുളമേട് മലനിര. കൊച്ചി, ആലപ്പുഴ തുടങ്ങിയ ടൗണുകളും മൂന്നാറും ഇടുക്കി അണക്കെട്ടും അവിടുത്തെ ജലവും വളഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന നമ്മുടെ പെരിയാറും എല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് പാൽക്കുളമേടിൻ്റെ ടോപ്പിൽ നിന്നും കാണാനാവുന്നതാണ്. ഇപ്പം അത്യാവശ്യം നല്ല മഞ്ഞ് നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ തെളിഞ്ഞ ആകാശമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഇതെല്ലാം. സാധാരണ വീഡിയോയുടെ ആദ്യം പറയേണ്ടത് അവസാനം പറഞ്ഞെന്ന് കരുതണ്ട. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കട്ടോ. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. എന്തായാലും വന്ന വഴികളൊക്കെ നിങ്ങളും കണ്ടതല്ലേ. താഴെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് ഒരു സമയവും. അപ്പോൾ അധികം താമസിക്കാതെ ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. അപ്പം താങ്ക് യു. അടുത്ത വീഡിയോ കാണാം.